ഞങ്ങളൊരു പുതിയ യാത്ര പുറപ്പെടുകയാണ്. പഴയ സുഹൃത്തുക്കളിൽ ഒരാൾ മാത്രമില്ല, അതിന് പകരം വേറെ സുഹൃത്തുക്കൾ. നമ്മളിപ്പോ എവിടെയാണ് പോകുന്നത്? നമ്മളിപ്പം ആതിരപ്പള്ളി വഴി വാൽപ്പാറ. വാൽപ്പാറ അല്ലേ? വാൽപ്പാറ നിങ്ങൾ ആദ്യമായിട്ടാണോ പോണത്? ഞാൻ ആദ്യമായിട്ട്. ബാക്കി അവരൊക്കെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ റൂട്ട് ആദ്യമായിട്ട് വേണം ഞാൻ പറഞ്ഞു കൊടുക്കണം. ഇത് എന്റെ സുഹൃത്ത് ഷാജിയാണ്. ഷാജി, നീ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഞാനിത് 2ാമത്തെ പ്രാവശ്യം. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓഹോ, അപ്പൊ നിങ്ങളെല്ലാരും ഏകദേശം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. ഞാൻ മാത്രമാണ് ഫസ്റ്റ്. എല്ലാം ജീവിതത്തിൽ ഫസ്റ്റ് ആണല്ലോ. അതന്നെ, ഞാൻ ഫസ്റ്റ് ആണ്. ഷാജി ഇതിനു മുമ്പ് വന്നത് ഇതുവഴി തന്നെ, അതോ മറ്റേ തമിഴ്നാട് വഴി? ഞങ്ങള് വന്ന് ഇതുവഴി വന്നിട്ട് തിരികെ പോയത് പിന്നെ പൊള്ളാച്ചേരി അല്ലേ? ഏതെങ്കിലും കട കാണി നിർത്തിയിട്ടേ ഒരു രസളിപ്പഴമെല്ലാം മാറ്റി വണ്ടിക്കകത്ത് കയറ്റി. ഷാജി, നീ മൃഗങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ ഇവിടെ? മുമ്പ് കണ്ടിട്ടുണ്ട്, ഇപ്പൊ കാണേണ്ട കാര്യമില്ല, കാരണം എല്ലാവരും കൂടെ ഉണ്ടല്ലോ. ഓഹോ, അപ്പൊ പണി തരാനടാ കണക്ക്. നിന്റെ അടുത്തിരിക്കല്ലേ, അത് യാതനത്തിൽ പെട്ടതാണ്. കാണുമ്പോ അറിയാം. തമാശകൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ലോക കാര്യങ്ങളും ചർച്ച ചെയ്തു. 1 ലക്ഷം പേരെ കൊന്ന്, അന്ന് 60 ലക്ഷം പേരെ ഹിറ്റ്ലർ കൊന്നില്ലെങ്കിൽ ഇന്ന് എത്ര കോടിയായനെ ഇവര്. അവിടെ നിന്നൊക്കെ പിന്നെ ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് വന്ന് അന്ന് ഫലസ്തീൻ ഉള്ളവര് അഭയം കൊടുത്തതാണ്. ഈ യഹൂദികൾക്ക് പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാനുള്ള സൗകര്യവും പിന്നെ പല വീടുകളും പല പിന്നെ വസ്തുക്കളും ഒക്കെ ഇവർക്ക് കൊടുത്ത് അങ്ങനെ അവിടെ അഭയം പ്രാപിച്ചവരാണ് ഇന്ന് അവിടുത്തെ പാലസ്തീൻ മക്കളെ അടിച്ചോടിച്ചിട്ട് പല സ്ഥലവും കൈയടക്കി വെച്ചാണ്. ഗർസ, ഗാൻ-യൂനിസ്, അതുപോലെ നുസ്രത്ത്, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇന്ന് ഇവരുടെ കയ്യിലാണ്. അന്ന് ഹിറ്റ്ലർ പിന്നെ ഈ കൊല നടത്തിയില്ലായിരുന്നെങ്കിലേ 60 കോടിയാവും. 60 കോടിയായി ഈ ലോകത്തിന്. അപ്പൊ ഹിറ്റ്ലറുടെ ദീർഘവിഷൻ അങ്ങനെയാണ്. ഹിറ്റ്ലർക്ക് അറിയാം ഈ സമൂഹത്തിൽ യവനൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ വിഷയമാണെന്നറിയാം. എൻട്രി പാസ് ഉണ്ടോ? അങ്ങനെ ഷാജികളെയും പുറത്തിറങ്ങിപ്പോയി. പാസിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ഞങ്ങൾ അവിടെ ഷാജികളെയും പറഞ്ഞതുവരെ വെയിറ്റ് ചെയ്തു. നമ്മൾ ഇന്നലെ എല്ലാം പെരുന്നാൾ ആഘോഷിച്ചു. ഈ ആഘോഷിച്ചവരുടെ മനസ്സിൽ ഫലസ്തീനെ പറ്റി ഉണ്ടാവുമോ? എന്ത് ടിക്കറ്റ് ഇല്ലേ? അപ്പൊ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന ആർക്ക്? ഇവിടെ ആതിരപ്പള്ളി പോണല്ലേ, വാട്ടർഫാൾസിൽ പോണല്ലേ ആയിരിക്കും അല്ലേ? ഇറങ്ങി നോക്കിട്ട് പോവാന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ എങ്ങനെയാ അതിനകത്ത് കയറ്റണത്? ഒരാൾക്ക് 50 രൂപ. ഇതാണോ വലിയ ടിക്കറ്റ്? എടുക്കാത്തത് അവിടെ നിന്ന് ഇവിടെ എടുക്കണമായിരുന്നല്ലേ? അത് നമ്മൾ അവിടെ നിന്ന്. അയ്യേ, ഇവിടെ വന്നിട്ട് അത് കാണാതെ എങ്ങനെ പോണത്? അതൊരു ചോദ്യം. പിന്നെ ഇതിനകത്തൂടെ ഒത്തിരി നടക്കാനൊന്നും പറ്റൂല. ഒരുപാട് നടക്കും. 4 പേര്. തിരിച്ചത് വഴി ഇത് ആളെ കൊടുത്ത് എന്റെ പൈസ എടുക്കണം. 4 പേരുടെയും പേര് വേണം. 4 പേരുടെ പേര് വേണ്ടേ? അവർ പറയുന്നത് പോണ വഴിക്ക് റോഡുകളൊന്നും അത്ര ശരിയല്ല. എല്ലാ റോഡും അല്ല, ചില ഏരിയയിലുള്ള റോഡുകൾ അത്ര ശരിയല്ല, നോക്കി പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. റോഡ് മോശമാണ്, കുറച്ച് സാമാന്യ മോശമുള്ളത്. മറ്റേ മെയിൻ കിടമ്പ അപ്പുറത്താണ്. അവർക്ക് തോന്നിയാ വിടും.
ഇവിടെ ഇരിക്കാൻ പോകും. അവിടെ എന്തെങ്കിലും മഴ ഇതിന്റെ ഉള്ളില് ഓ, എന്തെങ്കിലും മഴയോ ഡേഞ്ചർ വല്ല ഘട്ടമാണെങ്കിലേ പല കാരണങ്ങളാൽ വിടാതിരിക്കുക. സൗരം ഇത് ഒരു വെയിറ്റിംഗ് അല്ലേ ഏരിയ. ഞങ്ങളൊരു റെസ്റ്റ് ഏരിയയിലെത്തി. ഇവിടെ ബാത്റൂം സൗകര്യങ്ങളും അതുപോലെ ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിനിടയിൽ ഷാജി ഈ കടയിലുള്ള ആ സ്ത്രീയെ പരിചയപ്പെട്ടു. അവർ 36 വർഷത്തിന് മുമ്പേ അവർ തൃശ്ശൂരാണ് ഇവിടെ വന്നത്. അന്ന് മുതൽ അവരിവിടെ ജീവിക്കുകയാണ്. ചെറിയ ബിസിനസ് ഇതുപോലുള്ള ബിസിനസ് ചെയ്ത് അവർ ജീവിക്കുകയാണ്. അവരെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നതാണ്. അവരുടെ കാര്യങ്ങളെല്ലാം കേട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇവിടെ ആൾ താമസം ഉണ്ട് തോന്നുന്നു അല്ലേ? ചെറിയൊരു ഏരിയ, ഹോട്ടലുകളും. വാൽപ്പാറ പോണ റൂട്ട് തന്നെയാണ്. വാൽപ്പാറ എന്ന് പറയുമ്പോൾ തമിഴ്നാടാണ്. വാൽപ്പാറ എന്നാണ് ഇനി നമ്മൾ ചെല്ലുന്നത്. മലക്കപ്പാറ പോയിട്ട് അവിടെ നിന്നാണ് ചെക്ക് പോസ്റ്റ് പിന്നെ പോകുന്നത്. അടുത്തൊരു യാത്ര ഉണ്ട്. ഓ, മലക്കപ്പാറ. മൂന്നാർ പോയ ഈ സുഖം കിട്ടൂല്ലേ? അല്ലേ തന്നെ നമ്മള് പിന്നെ ഒരിക്കൽ പോയത് അവിടെ അല്ലേ? അത് ഈ മൂന്നാർ എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന വഴി ഫുള്ള് ജനവാസം. ഇത് ഫുൾ വനോ. അതെ അതെ. ദൂരെന്ന് കാണണമെങ്കിൽ ഈ സൈഡിൽ എവിടെയെങ്കിലും ഒതുങ്ങി കൊടുക്കും. ഇപ്പൊ അങ്ങനെ ആ പാവഞ്ഞ് കയറി കളഞ്ഞു. ആ അടിഭാഗം ഉരഞ്ഞതുണ്ടല്ലേ, പ്രതീക്ഷിക്കാതെ വണ്ടി കൊണ്ട് കയറ്റിയത്. അത് പോട്ടെ, ആ ബസ്സുകാരൻ കണ്ടില്ലേ? സർക്കാരിന്റെ എന്നാലും ഒരു ആ ബസ്സിലെന്ത് ബ്രാക്കില്ലേ? ബ്രാക്ക് യാത്രക്കാരായിട്ട് പോകുന്നതല്ലേ, അപ്പൊ അവരുടെ സേഫ്റ്റി നോക്കണ്ടേ? മനുഷ്യൻ ഞാൻ വിചാരിച്ച ഇപ്പുറത്ത് കുഴിക്കകത്താവൂന്ന്. അല്ല, ഈ അവന്മാര് അപ്പുറത്തുള്ള കുഴിയില് വീഴുന്നു. പക്ഷെ ബസ്സായതുകൊണ്ട് അവർക്കൊരു പ്രശ്നമില്ല. ഹൈറ്റ് അല്ലേ മൊത്തത്തില്. കാടിന്റെ വീഡിയോ ഒന്ന് എടുത്തോ. ഈ റോഡ് മാറ്റി കാടെന്നത്. അപ്പൊ ഈ സൈഡ് ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എവിടെ വനം. ഇവിടെ ഈ ജനങ്ങള് മറ്റേ ആദിവാസികളല്ലേ? ഛർദിച്ച് ഉപ്പാടൊന്നല്ലേ? ഛർദിച്ചില്ലേ? ഛർദിച്ചാ ഓക്കെ. ഇപ്പൊ ഞങ്ങള് ആ ചായ കുടിക്കാൻ കയറിയില്ലേ, ആ കടയിൽ നിന്ന് സമൂസ എടുത്ത് പുള്ളിക്കാരൻ കഴിച്ചു. അത് പുള്ളിക്കാരന് ദഹിച്ചില്ല. ഞാൻ ഐഡിയ പൂർവ്വം കഴിച്ചുമില്ല. അത്ര പന്തിയല്ല, ഉൾവനമാണ്. വളരെ ഭീകര അന്തരീക്ഷം. എവിടെ പടച്ചവനെ, ദാണ്ടെ ആനപ്പുണ്ടാണ് കിടക്കുന്നത്. ഡ്രൈവർ ഒന്ന് മാറി. അങ്ങനെ ഷാജി ഡ്രൈവർ സീറ്റിൽ പോയിരുന്നു. അവൻ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു. ആളിയിൽ ഓട്ടിക്കണമെന്നുള്ള ഇത് നിയത്തായി. അങ്ങനെ എന്ത് നിന്നക്ക് ഓടിക്കണമെന്നുള്ള ഒരു ചേതോവികാരം ഉണ്ടാവാനുള്ള കാര്യം. അമ്മോ, ഈ കാട് വഴി വന്നത് എന്റെ പെണ്ണുമ്പിള്ളെല്ലാം അറിഞ്ഞ അവളെന്നെ ഡൈവോഴ്സ് ചെയ്യും. ഞാനല്ലാതെ ഇതൊക്കെ ഇത് ആനകൾ മൊത്തം ഇതിനകത്തുള്ള ആന അത്രയും വന്ന് തൂർണത് ഇവിടെ കംപ്ലീറ്റ് റോഡിൽ അത്രയും. ഇവിടെ ഇവിടെ പുലികളുണ്ട്. ഇവിടെ പോയടേ ആന ഉണ്ടോ? മരം മുറിഞ്ഞു കിടക്കണ. ഓ, മരം വീഴുന്നല്ലേ? റോഡിൽ മരം മുറിഞ്ഞു വീഴുന്നു. റോഡ് ബ്ലോക്കായി. അതിനെ മാറ്റാൻ വേണ്ടി ഒരു വണ്ടിയിൽ കുറച്ച് മിഷനറി ആയിട്ട് വന്ന് പറഞ്ഞു തീരുന്ന മുമ്പേ അവരുകൾ വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി. അങ്ങനെ റോഡിന്റെ തടസ്സം അവർ നീക്കി. അതിനുശേഷം
കുറച്ച് കുട്ടികളുണ്ട്, അവരെയൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു. തേപ്പളയൻ അടിച്ചോ, രണ്ട് എല്ലാത്തിനും ഉണ്ട്, അടിച്ചോ. നിങ്ങളൊക്കെ എവിടെ ഉള്ളത്? ചെർപ്പളശ്ശേരി. ഇവിടെ നിങ്ങൾ കാര്യം തന്നെ വന്നത്? അനിയന്മാരാണ്. ഏറ്റവും ഇളയത് അവനാണെന്നല്ലേ തോന്നുന്നത്? തന്നെ ശരി, നിങ്ങൾ സൂക്ഷിച്ചു പോയി. അവിടെ റോഡെല്ലാം ക്ലിയർ ആയതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ ഒരു ലൊക്കേഷനിൽ വന്ന് നിന്ന്. കുഴപ്പമില്ല, നല്ല ലൊക്കേഷനാണ്. നല്ല ഒരു ഡാമാണ് ആ കാണുന്നത്. സംഭവം ഡാമാണല്ലേ? അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഷാജി കുറച്ച് സ്റ്റില്ലൊക്കെ എടുത്തു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിൽ നിർത്തി. ഈ സ്ഥലത്തിൻ്റെ പേരാണ് മലക്കപ്പാറ. അങ്ങനെ അവിടെ കൊള്ളാം, നല്ല മൂടൽ മഞ്ഞുണ്ട്. എല്ലാം ഒന്ന് വിശദമായിട്ട് ഞങ്ങൾ കണ്ട് ആസ്വദിച്ച്. മണി ഏകദേശം എത്ര മണിയായി? 10:30 11 മണി അല്ലേ? 11 മണിയായപ്പോഴും മൂടൽ മഞ്ഞ് നല്ല ഉണ്ടോ? കോടമഞ്ഞ് പതുക്കെ ഇറങ്ങി വരെ 11:30 അല്ലേ? നല്ല മഞ്ഞിറങ്ങണം കേട്ടാ. അങ്ങനെ മലക്കപ്പാറയിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. മലക്കപ്പാറ കഴിഞ്ഞ് അടുത്ത് നമ്മൾ വാൽപ്പാറ. നല്ല വ്യൂ പോയിന്റ് അല്ലേ? നല്ല മഞ്ഞും തൃശ്ശൂരിലാണല്ലേ ഇത്? ഷോളാർ ജംഗ്ഷൻ, മലക്കപ്പാറ അല്ലേ? ചെക്ക് പോസ്റ്റ്. അപ്പൊ ഇവിടുന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ തമിഴ്നാട് അല്ലേ? അങ്ങനെ മനോഹരമായ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. സ്വിറ്റ്സർലൻഡ് പോലത്തെ സ്ഥലങ്ങളാണ് ഇനി അങ്ങോട്ട്. എല്ലാവരും കാണണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അടുത്ത എപ്പിസോഡ് കാണണം, ഞങ്ങളുടെ എല്ലാ എപ്പിസോഡും നിങ്ങൾ കാണണം. ഓക്കെ.